ഞാനതല്ല ആലോചിച്ച് നോക്കണേ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടുള്ളൂ. ആ 7ാം ക്ലാസ് പഠിച്ച അറിവേ നമുക്കുള്ളൂ, വിവരേ നമുക്കുള്ളൂ. നമ്മൾ പോലും മുജാഹിദിന്റെ വേദി പോകരുത്, ജമാഅത്തെ ഇസ്ലാമിന്റെ കൂടെ കൂടരുത്, തബ്ലീഗ് ജമാഅത്തിന്റെ കൂടെ കൂടരുത്, ഇത് സമസ്ത പറഞ്ഞതാണ്, നമ്മളെ വഴി സിറാത്തുൽ മുസ്തഖീമാണ്. ഇതൊക്കെ നമ്മൾ പല ഗ്രൂപ്പിലും പറഞ്ഞു. പക്ഷെ ഇങ്ങനത്തെ പണ്ഡിതന്മാരായ ആളുകൾ പ്രസംഗിക്കണം എന്താണ് ഇവിടെ പ്രശ്നം? ഫാസിസത്തിന്റെ വാൾ തലന്റെ മേലെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തെന്നിട്ട് രാഷ്ട്രീയപരമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാത്തത്? ഫാസിസത്തിന്റെ വാൾ തലയിലുണ്ടെങ്കിൽ എന്തിനാണ് ഇവിടെ PDP-യും INL-ഉം സുഡാപ്പിയും ജമാഅത്തെ ഇസ്ലാമിയും ലീഗുമായിട്ട് നിൽക്കണേ? നിങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നൂടെ? എന്തെങ്കിലും കഴിയാത്തത്? അപ്പൊ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പല ആളുകൾ പലതും പറയും. അതായിട്ട് സമസ്തയ്ക്ക് വരാൻ പറ്റില്ല. സമസ്ത ആഖിറത്തിലേക്കുള്ള വൈകാട്ടിയാണ്. അതായത് 7ാം ക്ലാസ്സുകാരന്റെ വിവരം പോലും നിങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. ഈ അബ്ദുനാസർ ഫൈസിക്കും ഓളംപള്ളിക്കും ഈ പറയപ്പെടുന്ന തട്ടൻ സെൽഫിക്കും ഈ പറയപ്പെടുന്ന അബ്ദുസമ പൂക്കട്ടൂരിന് പോലും ഞാൻ 7ാം ക്ലാസ് വരെ മദ്രസ പോയിട്ടുള്ളൂ. ആ വിവരം പോലും നിങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഒരു ആദർശത്തെ വഴി തെറ്റുമ്പോൾ അത് തെറ്റാൻ പാടില്ല. നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാണെന്ന് നമ്മളെ പൂർവികരായ ആളുകൾ കാണിച്ചിരുന്നതല്ലേ? മമ്പുറത്ത് തങ്ങള്, അതേമാതിരി നമ്മളെ വരക്കൽ മുല്ലക്കോയ തങ്ങള്, ശംസുല്ലമ, കണ്ണിയത്ത് ഉസ്താദ്, ഇവർ കാണിച്ചിരുന്ന വഴിയല്ലേ സിറാത്തുൽ മുസ്തഖീമാണ്. അതാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. നമുക്ക് ജനാധിപത്യ രാജ്യത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കാം, അത് നമ്മൾ എതിരല്ല. ഇത് നിങ്ങൾ ഈ മുസ്ലിം ലീഗിലുള്ളത് എന്തിനാണ് സമസ്തയ്ക്ക് കൊണ്ടുവരുന്നത്? അതാണ് ഞങ്ങളുടെ പ്രശ്നം. അതാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ അവിടെ സമസ്തക്കെതിരെ 2 പരിപാടി വെച്ച ആളുകളാണ് സമസ്തനെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ പരിപാടി വെച്ചിലെ ജാമ്യക്കെതിരെ സമസ്തക്കെതിരെ എന്ന് പറഞ്ഞാൽ കള്ളമാണ് പറഞ്ഞാണ് പ്രസംഗിക്കുന്നത്. അവിടെ പരിപാടി വെച്ച ആളുകൾ ആരാ എന്നുള്ളവരോട് വ്യക്തമായിട്ട് പറഞ്ഞു. ഉസ്താദ് പഠിപ്പിച്ചിറക്കി 50 കൊല്ലം ഉസ്താദ് പുറത്ത് ദർശനം നടത്തിയിട്ടുണ്ട്. അവിടെ പഠിച്ച കുട്ടികൾ കൂടിയാണ് വെച്ച പരിപാടിയാണ്. അതിന് ആ പറഞ്ഞ സെക്ഷൻ ഉണ്ടായപ്പോൾ അതിന് ആളുകൾ വിളിച്ചപ്പോൾ പോയി സംസാരിച്ചു. ഇപ്പം എന്താ പ്രശ്നം? നിങ്ങൾ 2 പരിപാടി വെച്ചു സമസ്തക്കെതിരെ, എന്നിട്ട് മുഷാവർ എന്തെങ്കിലും നടപടി എടുത്തോ? നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ? 2 പരിപാടി നിങ്ങൾ സമസ്തക്കെതിരെ വെച്ച് വെല്ലുവിളിച്ചാൽ വെച്ച് നിങ്ങൾ വേറെ പരിപാടി വെച്ചോടെ. ഇവിടെ ഒരു സംഘടന പരിപാടി വെച്ചിട്ടില്ല. നിങ്ങളങ്ങനെ ആക്കി തീർക്കാം. എന്നാൽ 2 പരിപാടിക്ക് ആളില്ലാതായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത്? ആ ലീഗിന്റെ ലാബിലാക്കിയാണ്. ഞങ്ങളൊക്കെ നാട്ടിൽ മുസ്ലിം ലീഗിന്റെ ഇതിൽ കൂടെ വന്നിട്ടുണ്ട്. ഇന്ന് ജാമ്യയിൽ പരിപാടി ഉണ്ട് മുസ്ലിം ലീഗ്. ആ മണി പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തരാൻ നിങ്ങൾ ഇട്ടുതരാം. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വെച്ച് കാണാം. മുസ്ലിം ലീഗിന്റെ പരിപാടി ജാമ്യയിൽ കൊണ്ടുപോയാണല്ലോ വെക്കല്. എന്നിട്ട് അതിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ട് പറയുന്നത് ഇവിടെ സമസ്തക്കെതിരാണ്. ആരോടെ സമസ്തക്കെതിരെ? ആദർശത്തിൽ അടി ഉറച്ച് നിൽക്കണമെന്നാണ് സമസ്തക്കാരൻ. അതിൽ വള്ളം ചേർക്കണം. ഏത് തങ്ങളായാലും സുഹാബി ആയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുഹാബി തന്നെയാണ്. അത് ആരായാലും ആദർശം വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഒരു 7ാം ക്ലാസ്സുകാരന്റെ വിവരം പോലും ഇല്ലല്ലോ നിങ്ങൾക്ക്. വളരെ മോശമായി പോയി. എന്തൊരു കഷ്ടമാണ്. സമ്പത്ത് ജമാഅത്ത് 89 ഏപ്പിക്കാർ പോയ മാതിരി ഇന്ന് നിങ്ങളും ആ സമ്പത്ത് ജമാഅത്തിന്റെ പിന്നിലാണ്. നിങ്ങൾക്ക് വേണ്ട സ്ഥാപനങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ട ജമാഅത്തെ ഇസ്ലാമിയാണ്, മുജാഹിദാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനം പള്ളിയും കമ്മിറ്റി ഒന്നല്ലേ ഞങ്ങൾക്ക് പുത്തരി. ഞങ്ങൾക്ക് ഇവിടെ വരും തലമുറക്ക് ദീന് പറഞ്ഞു കൊടുക്കണം. കൂടെ ഞങ്ങൾ മക്കൾക്ക് ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞു കൊടുക്കണം, ആദർശം പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഏത് രാഷ്ട്രീയമുള്ളൂ, തലന്റെ മേലെ ഫാസിസൊക്കെ ഉള്ളൂ. ഇവിടെ അതില്ലാതെ എന്തുണ്ടായിട്ടെന്താ? ഇവിടെ ജീവിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ഈ വിവരം പോലും ഇല്ലാത്ത ആളുകളായി നിങ്ങൾ മാറിയല്ലോ. വളരെ മോശം, ലജ്ജാവഹം. ഇങ്ങനെയുണ്ട് ആൾക്കാർ. ഒരു 7ാം ക്ലാസ്സുകാരുടെ വിവരമില്ലാത്ത ആളുകളായിട്ട് വിഡ്ഢികളായിട്ട് നിങ്ങൾ മാറിയോ?